പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ വലിയ സ്നേഹത്തോടെ കൂട്ടിച്ചേർത്തുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് അഭിഷേകം ചെയ്ത് മോണിക്ക പ്രാർത്ഥനാ ഗ്രൂപ്പില് വിശുദ്ധ മോണിക്കായുടെയും വിശുദ്ധ അഗസ്തീനോസിന്റെയും മധ്യസ്ഥതയിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായ സംരക്ഷണത്തിൽ യൗസപിതാവിന്റെ തിരുക്കുടുംബത്തിന്റെ പാലകനായ മധ്യസ്ഥതയിൽ സ്വർഗത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ കൂട്ടിച്ചേർത്തതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ മോണിക്ക പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളെയും, ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവെ അവിടുന്ന് കനിഞ്ഞ് ഇടപെട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ മക്കളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. വലിയ വിടുതലും സ്വാതന്ത്ര്യവും നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അമ്മ മാതാവേ, അമ്മയുടെ സാന്നിധ്യം സഹായം ഞങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മോണിക്ക പ്രാർത്ഥനയുടെ ഈ വലിയ കൂട്ടായ്മയിൽ നമ്മെ കൂട്ടിച്ചേർത്ത ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കും. ഈശോ പറഞ്ഞ പോലെ എല്ലാ ബുധനാഴ്ചയും നമ്മൾ ഈ മോണിക്ക പ്രാർത്ഥനയിൽ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒപ്പം മക്കളോട് വേദനിക്കുന്ന മാതാപിതാക്കൾ ഒരുമിച്ച് പരസ്പരം പ്രാർത്ഥിച്ചും ശക്തിപ്പെടുത്തിയും ബലപ്പെടുത്തിയും കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുകയാണ്. ഞാൻ ഓർക്കുക, അനേകം മക്കള് നമ്മൾ ഈ മോണിക്ക പ്രാർത്ഥന തുടങ്ങിയതിന് ശേഷം അവരുടെ കുടുംബത്തില് മക്കളിലുണ്ടായ ഒത്തിരി അനുഭവങ്ങളെ കുറിച്ചൊക്കെ അച്ഛനോട് പങ്കുവച്ചു. ഒത്തിരി കാര്യങ്ങൾ, മനസാന്തരങ്ങള്, മരിമാറിപ്പോയ മക്കള്, മുടങ്ങിക്കിടന്ന മേഖലകൾ തുറന്നു കിട്ടിയത്, അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെട്ടത്, നാശം കടന്നു വരുന്ന വാതിലുകൾ അടയ്ക്കപ്പെട്ടത്, അങ്ങനെ നമ്മൾ കണ്ട ഓരോ മേഖലകളിലും അതിശക്തമായ ദൈവത്തിന്റെ ഇടപെടല് നമുക്ക് അനുഭവിക്കാൻ സാധിച്ചു. മാത്രമല്ല, നമ്മളെ വലിയ കൂട്ടായ്മയിൽ കർത്താവ് മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, മോനിക്ക പുണ്യവതി 17 വർഷം മോന് വേണ്ടി പ്രാർത്ഥിച്ചു, 16 വർഷം ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ നിലനിൽക്കുന്ന ഒരു പ്രാർത്ഥന, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ മോണിക്ക പ്രയർ 13 ദിവസം കൊണ്ട് അവസാനിപ്പിക്കാതെ എല്ലാ ആഴ്ചയും ബുധനാഴ്ചകളിൽ അത് തുടർന്നു പോകാൻ നമ്മൾ തീരുമാനിച്ചത്. നമ്മളല്ല, പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ട് തോന്നിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ശുശ്രൂഷയിൽ അതിശക്തമായിട്ട് പങ്കെടുക്കുക. മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാം അയച്ചു കൊടുക്കുക. ഇടയ്ക്കൊക്കെ നമ്മുടെ മക്കൾ കേൾക്കത്തക്ക രീതിയിൽ അവരോട് പറഞ്ഞു കൊടുക്കുക. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ പഴയ ടോക്കുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. ഓരോ മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരാധനയും പ്രാർത്ഥനകളും ഒക്കെ, അതിലൊക്കെ പങ്കെടുത്ത് ഈ പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി നിരന്തരം നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഇവിടെ 15 വീണ്ടും പറയാണ്, ഈ ശുശ്രൂഷ അനേകായിരങ്ങളിലേക്ക് നമ്മൾ എത്തിക്കണം. കാരണം ഇന്ന് ഈ കാലഘട്ടത്തിന്റെ വലിയ ഒരാവശ്യമാണ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്നുള്ളൂ. കാരണം മാതാപിതാക്കളെ കർത്താവ് ഒരു അധികാരം ഏൽപ്പിച്ചിട്ടുണ്ട്. മക്കളെ രക്ഷിക്കാൻ, മക്കളെ വിടുവിക്കാൻ, മക്കളെ അനുഗ്രഹിക്കാൻ, മക്കളെ വളർത്താൻ അധികാരമുണ്ട്.
അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ച് നമ്മുടെ മക്കളെ ചിലഞ്ഞത് വിടുവിച്ചെടുക്കണം, നമ്മുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കണം, നമ്മുടെ മക്കളെ സംരക്ഷിച്ച് ദൈവകൃപയിൽ നിറച്ച് ഈശോ ബന്ധത്തിൽ ആഴപ്പെടുത്തി വളർത്തണം. ഇതൊക്കെ നമ്മൾ ഉത്തരവാദിത്തമായി. അപ്പൊ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ മോണിക്ക പ്രാർത്ഥനയിൽ ഒരുമയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ ഈ മോണിക്ക പ്രാർത്ഥനയുടെ ഗ്രൂപ്പൊക്കെ ഈ ദിവസങ്ങളിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പങ്കെടുക്കാനും കൂടാനും ആഗ്രഹമുള്ളവര് അച്ഛന് കുറേ പേരൊക്കെ മെസ്സേജ് വിട്ടിട്ടുണ്ട്. അവരൊക്കെ ഞാൻ ഈ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ചേർത്ത് വലിയൊരു കൂട്ടായ്മയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നൊരു മേഖല, കൂദാശകളിലേക്ക് നമ്മുടെ മക്കൾ എപ്പോഴും ചേർന്ന് നിൽക്കണം. അതോടൊപ്പം തന്നെ കൂദാശ വിട്ടു പോയിരിക്കുന്ന മക്കൾക്ക് വേണ്ടി നമ്മൾ ശക്തമായിട്ട് ദൈവസന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനി എന്ന് പറയുന്ന ജീവിതത്തിന്റെ വ്യത്യസ്തത അത് കൂദാശയുടെ വ്യത്യസ്തതയാണ്. എന്ന് പറഞ്ഞാല് എന്താണ് കൂദാശ? നമുക്കറിയാം, അദൃശ്യമായ പ്രസാദവരത്തിന്റെ ദൃശ്യമായ അടയാളം എന്ന് പറഞ്ഞാൽ അതിസ്വാഭാവികമായ കൃപകൾ, സ്വർഗത്തിന്റെ സഹായം, സ്വർഗത്തിന്റെ ശക്തി, സ്വർഗത്തിന്റെ വലിയ സംരക്ഷണം, ഇത് നമുക്ക് ലഭിക്കുന്നതാണ് കൂദാശകളിലൂടെ. അതുകൊണ്ട് തന്നെ കത്തോലിക്ക തിരുസഭയില് ദൈവമായ കർത്താവ് നമ്മെ വളർത്തുന്നത് കൂദാശകളിലൂടെയാണ്. ജന്മപാപത്തോടെ ജനിച്ചവരായതുകൊണ്ട് ആ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് മാമോദീസ നൽകിക്കൊണ്ട് ആ പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് പ്രസാദവരത്ത് നിറയ്ക്കാണ് നമ്മളെ. പിന്നീട് അങ്ങോട്ട് വിശുദ്ധ കുമ്പസാരം. നമ്മൾ പാപികളാണ്, പാപത്തിൽ വീണ് പോയേക്കാം. അതുകൊണ്ട് കുമ്പസാരം, വിശുദ്ധ കുർബാന. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 53-ാമത്തെ വചനത്തില് ഈശോ പറയുന്നുണ്ട്, സത്യം സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കത്തില്ല. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ജീവൻ തരുന്നതാണ് കൂദാശ, വിശുദ്ധ കുർബാന. നമുക്കറിയാം, എന്തും ഏതും വളരണമെങ്കിൽ എന്ത് വേണം? ജീവൻ വേണം. ആ ജീവൻ ആരാണ്? ഈശോ പറഞ്ഞു, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. അപ്പൊ ആ ജീവനാകുന്ന ഈശോയെ നമുക്ക് നൽകുന്ന, അതിസ്വാഭാവികമായ കൃപകൾ നമുക്ക് നൽകുന്ന, അവന്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപയിൽ നമ്മെ വളർത്തുന്ന ദൈവത്തിന്റെ വലിയ കാരുണ്യമാണ് മക്കളെ കൂദാശകൾ. അതുകൊണ്ട് ജീവൻ വേണം. അതെന്ത് വേണം? കൂദാശ വേണം. അപ്പൊ നിങ്ങൾക്ക് വിവാഹ ജീവിതം ജീവിക്കണം. വളരെ ബുദ്ധിമുട്ടുള്ള വിഷമകരമായ ഒരു ജീവിതമാണ് വിവാഹ ജീവിതം. ഇനിമേൽ രണ്ടല്ല, ഒറ്റ ശരീരം ദൈവം യോജിപ്പിച്ചു. മനുഷ്യൻ വേർപെടുത്താതിരിക്കണം. അങ്ങനെയൊക്കെ ജീവിക്കണമെങ്കിൽ ഇന്നു മുതൽ മരണം വരെ സന്തോഷം, ദുഃഖം, സമ്പത്ത്, ദാരിദ്ര്യം, ആരോഗ്യം, അനാരോഗ്യം, ഇതൊക്കെ കടന്നു വരുമ്പോ ഏക മനസ്സോടെ ജീവിക്കണമെങ്കിൽ നല്ല കൃപ വേണം. അതുകൊണ്ട് വിവാഹം എന്നുള്ളതിനെ ദൈവമായ കർത്താവ് ഒരു കൂദാശ കൃപ കൊണ്ട് നിറച്ച്, ശക്തി കൊണ്ട് നിറച്ച്, സ്വർഗത്തിന്റെ സഹായം കൊണ്ട് നിറച്ച് കർത്താവ് അനുഗ്രഹിക്കണം. അപ്പൊ ആ കൃപ സ്വീകരിച്ചാലേ യഥാർത്ഥമായ ഈ കുടുംബജീവിതം ജീവിക്കാൻ പറ്റും. പൗരോഹിത്യം, ഒരു മനുഷ്യനെ അങ്ങനെ ജീവിക്കാൻ പറ്റും. വ്രതബദ്ധമായ ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിക്കണമെങ്കിൽ അതിസ്വാഭാവികമായ കൃപകൾ കൂടിയേ തീരൂ. അതിനുവേണ്ടി ഈ കൂദാശ, പൗരോഹിത്യം എന്ന തിരുപ്പട്ടം എന്ന കൂദാശ, അങ്ങനെ ഓരോ കാര്യങ്ങളും പ്രിയപ്പെട്ട മക്കളെ, കൂദാശകൾ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. അത് സ്വന്തമാക്കേണ്ട പോലെ സ്വന്തമാക്കി. എങ്ങനെയാണ്? അതിന് യോഗ്യത വേണം. വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയില്ലേ? വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. പൗലോസ്ലീഹ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 11-ാം അധ്യായത്തില് വിശുദ്ധ കുർബാന സ്വീകരണത്തെ കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. വിശുദ്ധ കുർബാന എങ്ങനെ സ്വീകരിക്കണം? അയോഗ്യതയോടെ സ്വീകരിക്കരുത്, വിശുദ്ധിയോടെ സ്വീകരിക്കണം. അപ്പൊ വിശുദ്ധിയോടെ വിശുദ്ധ കുർബാന കൂദാശകൾ സ്വീകരിക്കണം. അങ്ങനെ കൂദാശകളിലൂടെ, കൂദാശ ബന്ധത്തില്, ദൈവകൃപയില്, ദൈവിക ജീവനില് നമ്മുടെ മക്കൾ മാത്രമല്ല കേട്ടോ, നമ്മളും നമ്മുടെ കുടുംബങ്ങളൊക്കെ വളരുമ്പോ
അവിടെ സ്വർഗത്തിന്റെ സഹായം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ ഘട്ടമെന്ന് പറയട്ടെ, ഇന്ന് നമ്മളും നമ്മുടെ മക്കളൊക്കെ ഈ കൂദാശ ജീവിതം ജീവിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, 10ാം ക്ലാസ് വരെ, +2 വരെ ഈശോയോട് ചേർന്ന് കൂദാശയിൽ അൾത്താര ബന്ധത്തിൽ ജീവിച്ച മക്കള്. അത് കഴിഞ്ഞപ്പോ ആ കൂദാശ ബന്ധം വിട്ടു, കുമ്പസാരം വിട്ടു, വിശുദ്ധ കുർബാന സ്വീകരണം വിട്ടു. ഈശോ പറഞ്ഞില്ലേ, സത്യം സത്യമായിട്ടും ജീവൻ ഉണ്ടാകണമെങ്കിൽ എന്റെ ശരീരം ഭക്ഷിക്കണം, എന്റെ രക്തം പാനം ചെയ്യണം. 2 സത്യം ചോദിച്ചോ പറഞ്ഞ്. അതുകൊണ്ട് ഈശോയെ സ്വീകരിക്കാതെ ജീവൻ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, കൂദാശകളിൽ നമ്മൾ അർത്ഥം മനസ്സിലാക്കി യോഗ്യതയോടെ വിശുദ്ധിയോടെ പങ്കെടുത്ത് ആ കൃപയിൽ വളർന്നാൽ നമ്മുടെ മക്കൾ പഠിക്കും. ഒരു പിശാച് വരെ കീഴ്പ്പെടുത്തില്ല. കാരണം കർത്താവ് കൂടെ ഉണ്ടെന്നേ. ഈശോ പറഞ്ഞേ, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അപ്പൊ ദൈവം വസിക്കാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, കൂദാശ ബന്ധം നമ്മുടെ ജീവിതത്തിന്റെ, ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. അപ്പൊ നിങ്ങള് ചിലരെങ്കിലും ചിന്തിക്കും, അക്രൈസ്തവർക്ക് കൂദാശയില്ലല്ലോ, അവര് ജീവിക്കണില്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കേണ്ടത് അവരെ പോലെയല്ല. കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ ഞാൻ നിങ്ങളെ മറ്റെല്ലാ ജനതകളിൽ നിന്നും വ്യത്യസ്തരാക്കും, ഉന്നതരാക്കും. നിയമാവർത്തന പുസ്തകത്തിന്റെ 28-ാം അധ്യായം 1-2 വചനം വായിക്കുമ്പോ പറയാണ്, നിങ്ങളെ ഞാൻ ഉന്നതരാക്കും. കർത്താവിന്റെ നിയമം അനുസരിച്ച് കർത്താവ് പറഞ്ഞ പോലെ ജീവിച്ചാൽ, കർത്താവിന് കൂടെ നിർത്തിയാൽ നമ്മുടെ മക്കൾ പഠനത്തിൽ ഉന്നതർ, ബിസിനസ്സിൽ ഉന്നതർ, ജോലിയിൽ ഉന്നതർ, കുടുംബജീവിതത്തിൽ ഉന്നതർ, പൗരോഹിത്യത്തിൽ ഉന്നതർ, മറ്റുള്ളവരെ പോലില്ല, ഉന്നതരാക്കും. അതുകൊണ്ട് നമുക്ക് ഒരു ജീവിതമുണ്ട്. കൂദാശകൾ, ദൈവബന്ധം, കൃപയിൽ, അതിസ്വാഭാവികമായ കൃപകളിൽ, സ്വർഗത്തിന്റെ സഹായത്തിൽ, അതോടൊപ്പം തന്നെ എല്ലാ സ്വർഗ സംരക്ഷണത്തിലും ജീവിക്കാൻ സാധിക്കുന്ന വലിയ ഒരു ജീവിതമാണ് കൂദാശ ജീവിതം. ഇന്ന് നമുക്കൊക്കെ, ക്രൈസ്തവ സഭയ്ക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക്, പൗരോഹിത്യത്തിന്, സന്യാസ ജീവിതത്തിനൊക്കെ സംഭവിച്ചു പോയ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒറ്റ കാരണമുള്ളൂ മക്കളെ. കൂദാശ ജീവിതത്തില് പരിശുദ്ധി നഷ്ടപ്പെട്ടു, ആ ജീവിതം തന്നെ ചിലക്ക് നഷ്ടപ്പെട്ടു. അയോഗ്യതയോടെ ഈ കൂദാശകൾ സ്വീകരിച്ചു, യോഗ്യതയോടെ വിശുദ്ധിയോടെ ഈ കൂദാശ സ്വീകരിക്കാതെ പോയതിന്റെ ഒറ്റ കാരണമുള്ളൂ എല്ലാ നാശത്തിന്റെയും തകർച്ചയുടെയും കാരണം. പറഞ്ഞില്ലേ, എന്നോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും. എന്റെ മക്കളെ, നമ്മളൊക്കെ ധാരാളം ഫലം പുറപ്പെടുവിക്കേണ്ടവരാ. ഒറ്റ വഴിയുള്ളൂ, ഈശോയോട് ചേർന്ന് നിൽക്കണം. ഈശോയോട് ചേർന്ന് നിൽക്കാനുള്ള ഒറ്റ വഴിയാണ് ശുദ്ധ കൂദാശകൾ. കൂദാശകൾക്ക് പ്രാധാന്യം കൊടുക്കുക. നമ്മളൊക്കെ പാപം ചെയ്യുമ്പോ, കർത്താവിന്റെ കൃപ നഷ്ടപ്പെടുമ്പോ ഉടൻ തന്നെ പോയി കുമ്പസാരിക്കും. നമ്മൾ കുമ്പസാരിക്കുക, അടുപ്പിച്ചടുപ്പിച്ച് കുമ്പസാരിക്കണം മക്കളെ. അതിന്റെ കാരണം ഇതാണ്, കൃപ നഷ്ടപ്പെട്ടു പോകുന്നു, കൃപയാ ജീവിക്കാൻ പറ്റില്ല, തിരിച്ചു പിടിക്കണം. അതിനുവേണ്ടി കൂദാശകൾ അനുസരിച്ച് വിശുദ്ധ കുർബാനയിൽ യോഗ്യതയോടെ പങ്കെടുത്ത് ഈശോയെ സ്വീകരിച്ച് ഈശോയാൽ നിറയപ്പെട്ട് എന്റെ പ്രിയപ്പെട്ടവരെ കരുത്തുള്ളവരായിട്ട് മാറണം. നമ്മുടെ ഈ കരുത്തുണ്ടല്ലോ, വേറെ ആർക്കുമില്ല. എന്നാൽ ഈ കരുത്ത് സ്വന്തമാക്കി എടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ ജീവിതങ്ങള്, നമ്മുടെ മക്കള്, പ്രത്യേകിച്ചും യുവത്വത്തിലൊക്കെ ഉണ്ടല്ലോ, ഈശോ ബന്ധം അതിശക്തമാകണം. ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി തിന്മകള്, പൈശാചികതകള്, ആക്രമണങ്ങള്, പ്രലോഭനങ്ങള്, വശീകരണങ്ങള്, ഒത്തിരിയേറെ സ്വാധീനങ്ങൾ കടന്നു വരുമ്പോ ഈ കർത്താവിനെ കൂടെ നിർത്തുന്ന മക്കളല്ലെങ്കിൽ അതിലേക്ക് ചെന്ന് വീഴും, പെടും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് നോക്കിക്കോ, നമ്മുടെ മക്കളൊക്കെ കൂദാശ ബന്ധത്തിൽ നിന്ന് അകന്നപ്പോഴല്ലേ മദ്യത്തിലേക്ക്, കൂട്ടുകെട്ടിലേക്ക്, ലഹരിയിലേക്ക്, പൈശാചികതകളിലേക്ക് വീണു പോകാൻ കാരണം. കഴിഞ്ഞ അമ്മച്ച് പറഞ്ഞ കാര്യ, മോള് ഈശോയോട് ചേർന്ന് അതുപോലെ ജീവിച്ച കൊച്ച, വിശുദ്ധ കുർബാനയില്, ദിവികാന സന്നിധിയില് മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കൊച്ചായിരുന്നു. അവളത് വിട്ടു, ആ പ്രാർത്ഥന വിട്ടു, കോളേജിൽ പോയി. ആ സമയത്ത് ഒരു ക്രൈസ്തവ യുവാവുമായിട്ട് അവൾ പ്രണയത്തിലായി. അങ്ങനെ പ്രണയത്തിലായി അവരൊരുമിച്ച് ഒരു സ്ഥലത്ത് പോണ വഴിക്ക്, ഈ അമ്മ നല്ല പ്രാർത്ഥന, പോണ വഴിക്ക് അപകടം ഉണ്ടായി. അങ്ങനെ ആശുപത്രിയിലായി. അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ മാറി. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞ്
പെട്ടുകിടന്ന മേഖല കൊറിയൻ ഡ്രാമ. കൊറിയൻ ഡ്രാമ എന്ന് പറഞ്ഞാൽ പൈശാചികമായ വശീകരണത്തിലേക്കും തെറ്റായ പ്രേമബന്ധങ്ങളിലേക്കും ലോകാരൂപിയിലേക്കും നമ്മുടെ മക്കളെ അടിമപ്പെടുത്തിയ ഒരു വലിയ മേഖല. അതിലേക്ക് പോയി. എന്നാൽ കൊച്ചു തിരിച്ചു വരാൻ പറ്റണില്ല. കൂദാശകളിലേക്ക്, ഈശോബന്ധത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാതെ അടിമപ്പെട്ട് വേദനിക്കുന്ന കൊച്ച്, എന്റെ പ്രിയപ്പെട്ടവരെ, വീണ്ടും തിരിച്ചു വരാനുള്ള വലിയ ശ്രമത്തിൽ ആ കൊച്ച്, ആ കുഞ്ഞിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇങ്ങനെ വേദനിക്കുന്ന അനേക മക്കളുണ്ട്. ഇങ്ങനെ വേദനിക്കുന്ന മക്കൾക്ക് തിരിച്ചു വരാൻ ഒറ്റ വഴിയുള്ളൂ, കൂദാശകളിലൂടെ. നല്ല പോലെ കുമ്പസാരിക്കുക, എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക, വിശുദ്ധ കുർബാന സ്വീകരിക്കുക. ഈശോയോട് പറ, ഈശോയെ എന്നിൽ നിറയണം, എന്നെ ഏറ്റെടുക്കണം, എന്നെ ശക്തിപ്പെടുത്തണം, എന്നെ നയിക്കണം, എന്നെ നിയന്ത്രിക്കണം. കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഞാൻ കേട്ടതാ. അതായത് വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ ശാന്തമായിട്ടിരുന്ന് ഈശോയോട് പ്രാർത്ഥിക്കണം. കാരണം ഒരു ഭക്ഷണ പദാർത്ഥം നമ്മുടെ ശരീരത്തിൽ അലിഞ്ഞു ചേരാൻ 20 മിനിറ്റെങ്കിലും വേണമെന്ന് പറയും. അപ്പൊ അതുപോലെ ഈശോയെ സ്വീകരിച്ചിട്ട് ഒരു 20 മിനിറ്റ് ഈശോയെ, എൻ്റെ ശരീരത്തിൽ അപ്പമായി വന്നിരിക്കുന്ന ഈശോയെ, ആ അപ്പമായി എന്നിൽ അലിഞ്ഞു ചേരുന്ന ഈ സമയത്ത് എൻ്റെ ഈശോയെ അങ്ങ് എൻ്റെ ശരീരത്തിൽ, മനസ്സിൽ, ചിന്തയിൽ, വികാരങ്ങളിൽ, ആസക്തിയിൽ, ഇഷ്ടങ്ങളിൽ, തോന്നലുകളിൽ അങ്ങ് അലിഞ്ഞ് ഒന്നായി തീരണം. അങ്ങനെ പ്രാർത്ഥിച്ച് ഈശോയിൽ വളരുക. ഇതൊക്കെ നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കണം. നമ്മളും ഇത് പരിശീലിക്കണം. ഈ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം. ഈ ഒരു ഈശോ ബന്ധത്തിൽ, ഈ കൂദാശ ബന്ധത്തിൽ നമ്മുടെ മക്കൾ വളരുകയാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ തോൽപ്പിക്കാൻ ആർക്കും. അതുകൊണ്ട് നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. കൂദാശയിൽ നിന്ന് അകന്നു പോയ എല്ലാ മക്കളെയും ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കൂദാശകളിലേക്ക് അങ്ങ് തിരിച്ചു കൊണ്ടുവരണം. ആ കൂദാശ വിട്ടു പോയപ്പോ ഓരോരുത്തോ ഈശോയെ വിട്ടു പോയാൽ പിന്നെ പോകുന്നത് ലോകത്തിലേക്ക്, പിശാചിന്റെ പിടിയിലേക്ക്, അന്ധകാരത്തിന്റെ പിടിയിലേക്ക്, പിന്നെ മയക്കുമരുന്ന്, കഞ്ചാവ്, മദ്യം, കൊട്ടുകെട്ട്, മൊബൈല്, ഗെയിമുകള്, അങ്ങനെ പല അടിമത്തത്തിലേക്കാണ് ഈശോയെ വിട്ട് പടിയിറങ്ങിയാൽ പോകുന്നത്. യൂദാസ് ഈശോയെ വിട്ട് പടിയിറങ്ങിയപ്പോ, ആ അന്ത്യത്താഴ വേളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവന്റെ ഉള്ളിൽ പിശാച് കയറി അവനെ കൊണ്ടുപോയി. അവസാനം ആത്മഹത്യയിലേക്ക് നയിച്ച ഒരു പ്രവൃത്തി അവിടെ നിന്ന് തുടങ്ങിയ കൂദാശ വിട്ട് പടിയിറങ്ങി. വിശുദ്ധ കൂദാശ വിട്ട് അവൻ പടിയിറങ്ങി, അവനെ പിശാച് കൊണ്ടുപോയി അവനെ നശിപ്പിച്ചു കളഞ്ഞു. ഇതുപോലെയാണ് മക്കളെ, കൂദാശ വിട്ട് പടിയിറങ്ങി പോകുന്ന മക്കൾക്ക് സംഭവിക്കുന്ന ദുരന്തം. അതുകൊണ്ട് ഈശോടെ നമുക്ക് കണ്ണീരോടെ പ്രാർത്ഥിക്കാം. മാതാവിനോട് ചേർന്ന്, മോണിക്ക പുണ്യമതിയോട് ചേർന്ന്, അഗസ്തീനോസ് പുണ്യവാനോട് ചേർന്ന്, യോസേപ്പിതാവിനോട് ചേർന്ന്, എല്ലാ വിശുദ്ധരോട് ചേർന്ന് വലിയ കൂട്ടായ്മയില് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൂദാശ വിട്ട് പടിയിറങ്ങിപ്പോയ ഞങ്ങളുടെ മക്കളെ യേശുവെ അങ്ങയുടെ കരുണയിലേക്കും കൂദാശയിലേക്കും അങ്ങ് തിരിച്ചു കൊണ്ടുവരണം. അതോടൊപ്പം കൂദാശ ജീവിതം ജീവിക്കുന്ന നമ്മുടെ മക്കള് ഒരിക്കലും ഒരിക്കലും കൂദാശ വിട്ട് പടിയിറങ്ങി പോകാതിരിക്കാൻ ഇടയാക്കണം. ഈ 2 മക്കൾക്ക് വേണ്ടി, 2 കാര്യങ്ങൾക്ക് വേണ്ടി, 2 മേഖലകൾക്ക് വേണ്ടി ഇന്ന് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കണം. ഈ ഒരു നിയോഗത്തോടെ നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും, ഇത് മക്കൾ മാത്രമല്ല കേട്ടോ, അപ്പന്മാരും അമ്മമാരും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ കുടുംബാംഗങ്ങളും എല്ലാവരും ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ്. കൂദാശയാകുന്ന കൃപയുടെ സമൃദ്ധിയിൽ ഉറപ്പിക്കപ്പെട്ട് ആ കൃപയ്ക്കുമേൽ കൃപയിൽ അവന്റെ പൂർണ്ണതയിൽ നിന്ന് ഈ കുരിശുമരണത്തിലൂടെ കടന്നു വരുന്ന ജീവന്റെ സമൃദ്ധി കൂദാശകളിൽ നിറച്ചു വച്ചിരിക്കുന്നത് യോഗ്യതയോടെ സ്വീകരിച്ച് അവന്റെ ഈ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്കുമേൽ കൃപയിൽ നമ്മൾ വളരണം, നമ്മൾ വളർത്തണം. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. കൂദാശകൾ മുടക്കരുത്. സാധിക്കുന്നിടത്തോളം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയെ പങ്കെടുക്കാൻ പറ്റുമോ? കുർബാനയെ പങ്കെടുക്കണം. ഈശോയെ സ്വീകരിക്കണം. പങ്കെടുത്താൽ മാത്രം പോരാ, ഈശോയെ സ്വീകരിക്കണം, അടുപ്പിച്ചടുപ്പിച്ച് കുമ്പസാരിക്കണം. പിന്നെ മറ്റു കൂദാശകളൊക്കെ യോഗ്യതയോടെ വിശുദ്ധിയോടെ പരിക്രമം ചെയ്യണം. കടങ്ങളുടെ മേഖലയിൽ ഒരു വലിയ കടമാണ് കൂദാശ ജീവിതത്തിന്റെ ഉപേക്ഷ. നമ്മൾ അതിനെ കുറിച്ചൊക്കെ കടങ്ങളുടെ പൊറുതിക്കുക എന്നൊരു ശുശ്രൂഷയില് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ദിവ്യകാല സന്നദ്ധിയില് ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും അഭിഷേകത്തില് നിറച്ചനുഗ്രഹിക്കട്ടെ. ആമേൻ. പരമദിവ്യകാരുണ്യമേ
പരമസ്നേഹസാരൂപ്യമേ സതതമങ്ങേക്കാരാധന സ്തുതിയുമെല്ലാ സ്തോത്രങ്ങളും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലോകാവസാനം വരെ ഞങ്ങളുടെ കൂടെ വസിക്കുവാൻ വേണ്ടി ദിവ്യകാരുണ്യമായി തീർന്നുകൊണ്ട് ജീവന്റെ അപ്പമായി ഞങ്ങളിൽ ഒന്നായി തീർന്ന് ഞങ്ങൾക്ക് ജീവൻ നൽകുവാൻ, അത് സമർത്ഥമായി നൽകുവാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ, അവിടുത്തെ വലിയ സ്നേഹത്തെയോർത്ത്, ആ വലിയ കരുണയെയോർത്ത്, ആ വലിയ സാന്നിധ്യത്തെയോർത്ത് ഞങ്ങളിൽ അലിഞ്ഞ് ഞങ്ങളോട് ഒന്നായി തീരാൻ മാത്രം ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അപ്പമായി തീർന്ന ആ വലിയ കാരുണ്യത്തെയോർത്ത് ഞങ്ങളൊന്ന് ചേർന്ന് നന്ദിയോടെ അങ്ങയെ ആരാധിച്ച് സ്തുതിച്ച് ഞങ്ങളെ അങ്ങേക്കായി, ഞങ്ങളെ അങ്ങേക്ക് വേണ്ടി സമർപ്പിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം. കർത്താവേ സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. സ്തുതി, ആരാധന, മഹത്വം കർത്താവേ, മഹത്വം. സ്തോത്രം, സ്തോത്രം, ആരാധന, ആരാധന, സ്തുതി, സ്തുതി, സ്തുതി. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് ദിവ്യകാരുണ്യമായിട്ട് മാറി ഞങ്ങളിൽ വസിക്കാനും ഞങ്ങളുടെ കൂടെയായിരിക്കുവാനും തിരുമനസ്സായത് അങ്ങേ കൂടാതെ ഞങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണല്ലോ. അങ്ങ് അങ്ങയെ തന്നെ ഞങ്ങൾക്ക് നൽകിയത്. അങ്ങാണ് ഞങ്ങളുടെ തായ്തണ്ട്. ഞങ്ങൾ വെറും ശാഖകളാണ്. അങ്ങയോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഉണങ്ങിപ്പോകുമെന്നുള്ള ആ വലിയ സത്യത്തിലാണല്ലോ ഈശോയെ അങ്ങ് ജീവൻ നൽകുന്ന ദിവ്യകാരുണ്യമായിട്ട് മാറി ഞങ്ങളുടെ കൂടെ വസിക്കുന്നത്. കൂദാശകളിലൂടെ ആ ജീവന്റെ സമൃദ്ധി അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നു. ആ ജീവനിൽ വളരുവാൻ കർത്താവെ, ധാരാളം ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങൾക്ക് അങ്ങ് അങ്ങയെ തന്നെയാണല്ലോ നൽകിയിരിക്കുന്നത്. ആ വലിയ സ്നേഹം, ആ വലിയ കരുണ എത്രയോ അപരിമേയം, അഗ്രാഹ്യം കർത്താവെ, അത് ഓരോ നിമിഷവും മനസ്സിലാക്കി തന്നുകൊണ്ട് ഞങ്ങളെ മാറോട് ചേർത്ത് പിടിച്ച് ആ ജീവനിൽ നിറയ്ക്കുന്നതിനാണല്ലോ അങ്ങയുടെ കാരുണ്യം. ഈശോയെ, ആ വലിയ കരുണയിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഈശോയെ, ഇത് ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഞങ്ങളുടെ മക്കളും അങ്ങയെ വിട്ട്, കൂദാശ വിട്ട് പലരും അകന്നു പോയിട്ടുണ്ട്. ഈശോയെ, ഞങ്ങളതിനെ ഓർത്ത് അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കൂദാശയിലൂടെ അങ്ങയെ സ്വീകരിച്ച് അങ്ങയുടെ ജീവനില്, കൃപകളില് അതിസ്വാഭാവികമായ സ്വർഗത്തിന്റെ ശക്തമായ സംരക്ഷണത്തിൽ ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഞങ്ങൾ അങ്ങയെ വിട്ട് പടിയിറങ്ങിപ്പോയി. യൂദാസിനെ പോലെ കൂദാശ വിട്ട്, വിശുദ്ധ കുർബാന വിട്ട് പടിയിറങ്ങിപ്പോയ ആ വലിയ അനുഭവം ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ മക്കളിലുമുണ്ട്. ഈശോയെ, അതിനെല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂദാശ വിട്ട് അങ്ങയെ വിട്ട് പടിയിറങ്ങിപ്പോയ എല്ലാ മക്കളിലേക്കും യേശുവേ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദിവ്യകാരുണ്യത്തിൽ നിന്ന് ആ സ്നേഹം അവരെ, അവരുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കട്ടെ. അങ്ങയിലേക്ക് തിരിച്ചു വരാൻ, നഷ്ടപ്പെട്ടു പോയ ആ വിശുദ്ധി, നഷ്ടപ്പെട്ടു പോയ ജീവനിലേക്ക്, നഷ്ടപ്പെട്ടു പോയ കർത്താവെ, അങ്ങയിലേക്ക് തിരിച്ചു വരുവാൻ ഞങ്ങളുടെ മക്കളെ പ്രചോദിപ്പിക്കണമേ. ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. ബുദ്ധിക്കും മനസ്സിനും ചിന്തയ്ക്കും അങ്ങേക്ക് വേണ്ടി തീരുമാനമെടുത്തുകൊണ്ട് അങ്ങയിലേക്ക് ഓടിയണയുവാൻ, തിരിച്ചു വരുവാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മക്കള് ആരൊക്കെ കൂദാശ വിട്ട് അകന്നു പോയിട്ടുണ്ടോ, ആ മക്കളെ എല്ലാം ഈ സമയം നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഈശോയെ, അങ്ങ് ആ മക്കളെ കൂട്ടിക്കൊണ്ടുവരണം, തിരിച്ചു കൊണ്ടുവരണം. അങ്ങയിലല്ലാതെ ഞങ്ങളുടെ മക്കൾക്ക് വളരാനാകില്ല. ഇന്ന് അങ്ങേ വിട്ടു പോയതിന്റെ അനന്തര ഫലമായിട്ട് മദ്യത്തിന്, ലഹരിക്ക്, കൂട്ടുകെട്ടിന്, ജടിക പാപങ്ങൾക്ക്
ലോകാരൂപിക്ക്, മൊബൈലിന്, ഗെയിമുകൾക്ക് എല്ലാം അടിമപ്പെട്ട് ഞങ്ങളുടെ മക്കള് ഇന്ന് പൈശാചികതയിൽ നിറഞ്ഞിരിക്കുന്നു. ദുശീലങ്ങള്, കുടുംബത്തിൽ അനുസരണമില്ല, ഭയങ്കര വയലന്റ് ആകുന്നു. പൈശാചിക പ്രവൃത്തികൾക്ക് ഞങ്ങളുടെ മക്കൾ അടിമപ്പെടുന്നു. ജീവനില്ലാതെ ഉണങ്ങിപ്പോകുന്ന ഒരു ഗതികേട് ഞങ്ങളുടെ മക്കൾ അനുഭവിക്കുന്നുണ്ട്. അതിനെല്ലാം കാരണം ഈശോയെ അങ്ങേ വിട്ട് പോയത് കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മക്കളെ തിരിച്ചു കൊണ്ടുവരണമേ കർത്താവേ. കരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. മക്കളിൽ കനിയേണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ കനിയേണമേ. ഈശോയെ, ഞങ്ങളെല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഇപ്പോൾ കൂദാശ ജീവിതം ജീവിക്കുന്ന മക്കള്, അങ്ങയോട് ചേർന്ന് ജീവിക്കുന്ന ഞങ്ങളുടെ മക്കള്, അൽത്താരയിലും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലും കുടുംബ പ്രാർത്ഥനയിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കള്, അവരുടെ വളർച്ചയിൽ ഈശോയെ അങ്ങേ വിട്ടു പോകാൻ ഒരിക്കലും അനുവദിക്കാത്ത വിധം ഞങ്ങളുടെ മക്കളെ അങ്ങേ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കണമേ. അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ കരുണ, അങ്ങയുടെ സൗഹൃദം ഞങ്ങളുടെ മക്കൾക്ക് അനുഭവവേദ്യമാക്കി കൊടുത്തുകൊണ്ട് എന്തു വന്നാലും, ഏത് പ്രലോഭനം വന്നാലും, ഏത് കൂട്ടുകെട്ട് വന്നാലും, ഏത് സാഹചര്യം വന്നാലും അങ്ങേ വിട്ട് പോകാതിരിക്കാനുള്ള വലിയ കൃപ ഞങ്ങളുടെ മക്കൾക്ക് നൽകണം. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിനെ വിട്ടുപോയ മക്കൾ തിരിച്ചു വരാനും, കർത്താവിനോട് കൂടെ ജീവിക്കുന്ന മക്കൾ കർത്താവിന്റെ കൂടെ എപ്പോഴുമായിരിക്കാനും വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കൂദാശ ജീവിതം, വിശുദ്ധ കുംഭസാരം, വിശുദ്ധ കുർബാന, അതാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ കൃപയുടെ വളർച്ചയുടെ ജീവന്റെ അടിസ്ഥാനം. അത് വിട്ടുപോകാതിരിക്കാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങയോട് ചേർക്കണം. ഞങ്ങളുടെ മക്കൾ അങ്ങയോട് ചേർത്ത് പിടിക്കണം. ഞങ്ങൾ കൂദാശകളിലൂടെ വളരണം. ഈശോയെ, കൂദാശയുമായിട്ട് ബന്ധപ്പെട്ട ഉപേക്ഷകള്, നഷ്ടങ്ങള്, അതെല്ലാം തിരിച്ചു പിടിക്കണം. അങ്ങയിലേക്ക് തിരിച്ചു വരണം. അതിനുവേണ്ട വലിയ അഭിഷേകം, വലിയ കൃപ, വലിയ മനസ്സ് ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. അതിനായി കർത്താവേ, അങ്ങേ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ ഞങ്ങളുടെ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കൂദാശ വിട്ടുപോയ എല്ലാ മക്കളും അങ്ങയിലേക്ക് തിരിച്ചു വരട്ടെ. ആ വലിയ കരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി കൂദാശയിൽ വളരാൻ വലിയ കൃപ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. നമ്മുടെ കണ്ണുനീരും നൊമ്പരങ്ങളും മക്കളെ ഓർത്തുള്ള നിലവിളിയും കർത്താവിന് മുമ്പിൽ സമർപ്പിക്കാം. എല്ലാ മക്കൾക്കും വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾ ഈശോയോട് ചേർന്ന് നിന്നാൽ നമ്മുടെ മക്കൾ വളരും. തിരിച്ചു വന്നാൽ മതി, കർത്താവ് വളർത്തും. കർത്താവിന്റെ പ്രോമിസാണ്, എന്നോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും എന്നുള്ളത്. ഈശോയെ, ആ വാഗ്ദാനം അനുഭവിക്കാനും പൂർത്തീകരിക്കപ്പെടാനും ഇടയാകത്തക്ക വിധം ഞങ്ങളുടെ മക്കളെ, ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങയോട് ചേർത്ത് നിർത്തണമേ. കൂദാശയില്ലാത്ത ജീവിത പങ്കാളി സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കുമ്പസാരിച്ചിട്ട് വർഷങ്ങളായി കുർബാന സ്വീകരണമില്ല, കൂദാശയ്ക്ക് യാതൊരു പ്രാധാന്യമില്ലാതെ ജീവിക്കുന്ന നിന്റെ കുടുംബത്തിലെ ജീവിത പങ്കാളി, മക്കള്, മാതാപിതാക്കള്, സഹോദരങ്ങള് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോയുടെ വലിയ കൃപ നമ്മിലേക്ക് ഒഴുകട്ടെ. ആശീർവാദത്തിനു വേണ്ടി ഇന്ന് യോഗത്തെ പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായിട്ടൊരു നിമിഷം എല്ലാവരും പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ആശീർവാദം വലിയ പ്രാർത്ഥനയോടെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ മക്കളെയൊക്കെ നമുക്ക് സ്നേഹത്തോടെ ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കൂദാശകളിൽ വളരുവാൻ ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. 。 . 。 . 。 . 。 . 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 。 . . . . . . . 。 。 . 。 。 . . . 。 。 . 。 。 . 。 。 . 。 。 . . . 。 。 . . 。 . 。 .
ഞങ്ങളുടെ കൂടെ വസിക്കുന്ന, ഞങ്ങളെ കൈവിടാത്ത, ഞങ്ങളെ ജീവനിൽ വളർത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.